ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തീശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 31 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. സമാഗമന കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ദൈവം മോശയോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പിക്കുവാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു ഫലമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവം തരുന്ന ആത്മീയ ഫലങ്ങളിൽ ഒരു ഫലമാണ്, ദിവ്യാത്മാവിനാൽ ദൈവം തരുന്നൊരു ഫലമാണ് ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും. ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവേ, എൻ്റെ തലമുറയുടെ മേൽ ദൈവം ഇത് പകരണം. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ തലമുറകൾ മാതാപിതാക്കൾക്ക് വേദനയായി, കണ്ണുനീരായി, ആശ്വാസമില്ലാത്തവരായി മാറുമ്പോൾ കർത്താവേ, എൻ്റെ തലമുറ ദിവ്യാത്മാവിനാൽ നിറയട്ടെ. ഈ അന്ത്യ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് അല്പം പോലും വില കൊടുക്കാത്തവരായി എത്രയോ പേർ ആത്മീയ ഗോളത്തിനകത്തുള്ളപ്പോൾ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എൻ്റെ കൂട്ടായ്മയിൽ വരുന്ന മക്കളുടെ മേൽ, എൻ്റെ കുടുംബത്തിലെ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ദൈവിക ജ്ഞാനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ സാമർഥ്യത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിയാൽ ദൈവം അവരെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കാട്ടിൽ കിടന്ന ദാവീദിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ തലമേൽ ഒഴിക്കുവാൻ ഇടയായി. ആ തലയിൽ ഒഴിക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷേകം ഭയം കൂടാതെ മല്ലൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദാവീദിന് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിൻ്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഏറ്റവും പ്രധാന കാതലായ വിഷയം, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് നാം നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ പേരിനു വേണ്ടിയല്ല, എൻ്റെ പേരുയരുവാൻ വേണ്ടിയല്ല, എനിക്ക് പ്രശസ്തി നേടുവാൻ വേണ്ടിയല്ല, ആത്യന്തികമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ പ്രാധാന്യം എന്തോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം, എൻ്റെ മേൽ അഭിഷേകം പകർന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ദാവീദിനൊരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇസ്രായേലിൽ യഹോവ എന്ന ദൈവമുണ്ട് എന്ന് എൻ്റെ ശത്രു തിരിച്ചറിയണം. പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ്
ആ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ മേൽ പകരപ്പെട്ട ജ്ഞാനത്തെ കണ്ട് അവിടെയുള്ള ലോകപരമായ ജ്ഞാനികൾ അതിശയിച്ചു പോയി. ഇവർക്കെവിടെ നിന്ന് ഈ ജ്ഞാനം എന്നാണ് അവർ ചോദിച്ചത്. അവരും ഉയർത്തിയത് ഒറ്റ വാക്യത്തിൽ ഇങ്ങനെയാണ്: ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഒരേ ഒരു നാമം, യേശു എന്ന നാമം മാത്രം. ഇന്ന് നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾ വാസ്തവമായി കർത്താവിനെ ഉയർത്തുന്നില്ല എങ്കിൽ, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നില്ല എങ്കിൽ, നാം ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പരിശുദ്ധാത്മാവ് ദുഃഖത്തോടെ ഇറങ്ങിപ്പോയെന്ന് വരും. പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ട് മാറിയെന്ന് വരും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ തിരുവചന സന്ദേശം കേൾക്കുമ്പോൾ ഭയം കൂടാതെ നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ദേശത്ത് വ്യാപരിക്കുന്ന മല്ലനെ വീഴ്ത്തിക്കളയുന്ന ഒരു ദൈവിക അഭിഷേകം എൻ്റെ മേലുണ്ട്. അത് എന്നെ ഉയർത്തുവാനല്ല, എൻ്റെ കുടുംബത്തിൻ്റെ പേരുയർത്തുവാനല്ല, ഞാൻ പഠിച്ച വിദ്യാഭ്യാസം, എനിക്കുണ്ടായിരുന്ന ജോലികൾ, എൻ്റെ കുടുംബത്തിൻ്റെ മഹിമകൾ ഒന്നും പ്രസിദ്ധമാക്കുവാനല്ല എൻ്റെ അഭിഷേകം. എൻ്റെ മേൽ പകർന്ന അഭിഷേകം എൻ്റെ ദൈവത്തെ ഉയർത്തുവാൻ, അഭിഷേകം തന്ന ദൈവത്തെ ഉയർത്തുവാൻ. അതേ പ്രിയരെ, ഇന്ന് പകൽക്കാലം ആ ചിന്തയിലേക്ക് നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുമ്പോൾ ഇന്ന് പകൽക്കാലം പൗലോസിനെ പോലെ പറയാം, ഞാനോ കുറയണം. സ്നാപയോഹന്നാനെ പോലെ നമുക്ക് ചേർന്ന് പറയാം, ഞാനോ കുറയണം, എൻ്റെ കർത്താവ് എന്നിൽ വളരണം. ആ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ നാം വളരുകയില്ല, നമ്മുടെ പ്രസ്ഥാനം വളരുകയില്ല, യേശു മാത്രം വളരണം. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തോട് ചേർന്ന് എന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകം കൊണ്ട് എനിക്കൊന്നും നേടാനില്ല. ഈ ഭൂമിയിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, യേശു എന്ന നാമത്തെ ഉയർത്തണം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ.